ഇന്നൊരു ടീം ഡിന്നർ ആയാലോ? ഡിന്നറിന് പോകുന്ന കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം എന്നുള്ളതും ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിലൂടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഞാൻ ഹെൽത്ത് കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഓഫീസിൽ നിന്ന് നേരെ കൃഷ്ണാഞ്ജലിയുടെ ഫ്ലാറ്റിലേക്കാണ് എത്തിയത്. ഞാൻ റെഡി ആയില്ലെങ്കിലും കൃഷ്ണാഞ്ജലി ഇന്ന് നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലാറ്റിന് പുറത്തേക്കുള്ള വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഫ്ലാറ്റിന് പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു 20 മിനിറ്റ് നോക്കിയിട്ടും ഊബർ ഒന്നും കിട്ടിയില്ല. അവസാനം റേറ്റ് കൂട്ടിയിട്ടാണെങ്കിലും ഒരു ഊബർ കിട്ടി. കാരണം വേറൊന്നുമല്ല, ട്രിവാൻഡ്രത്ത് ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഊബറിലാണ് യാത്ര ചെയ്യുന്നതെന്ന്. അവസാനം ഊബർ കിട്ടി. ഞങ്ങൾ ഫ്ലാറ്റിന് പുറത്തിറങ്ങിയപ്പോഴോ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ ലുലു മാളിൻ്റെ അവിടെയായിട്ട്. അയ്യോ, ഡിന്നറിന് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇന്ന് ടീം ഡിന്നറിന് പോകുന്നത് ഓബൈ താമരയിലാണ് കേട്ടോ, ഓബൈറ്റിയിൽ. അവസാനം ഈ ബ്ലോക്കൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഓബൈറ്റിയുടെ അവിടെ എത്തി. അപ്പോൾ നോക്കിക്ക് റോഡിലേക്കാട്ടിലും ബ്ലോക്കായിരുന്നു കേട്ടോ. ഓബൈറ്റിയിലേക്കൊന്ന് എൻ്റർ ചെയ്യാൻ അവിടെയും ഇന്ന് നല്ല തിരക്കായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ ബൈക്കിൽ വരുന്ന എൻ്റെ ടീം മെമ്പേഴ്സൊക്കെ എത്തിയോ ആവോ എന്നുള്ള ഡൗട്ടിലാണ് ഞാനും കൃഷ്ണാഞ്ജലി എത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതേ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ ഊബറിൽ നിന്നിറങ്ങി ഇതേ ഞങ്ങൾ ഓബൈറ്റിയിലേക്ക് എൻ്റർ ചെയ്തു. ഇതാണ് ഓബൈറ്റിയുടെ ലോബി വരുന്നത്. ഞങ്ങളുടെ ടീമിലുള്ളവരൊക്കെ എത്തിയോ ഇല്ലെന്ന് നോക്കി തപ്പി നടന്നപ്പോഴാണ് ഇത് എല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ട്. എല്ലാവരും ആയില്ല, ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇതേ അർജുൻ്റെ ഒരു പോസ് കണ്ടില്ലേ. അർജുനും മീനാക്ഷിയും അഖിലേഷ് ചേട്ടനും ആർച്ചയും ഗോവിന്ദും കാർത്തിക് എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരോടി വരാനുണ്ട്. ബ്ലാക്ക് ഇട്ടവരെല്ലാം കൂടി ഒരു സൈഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് കുറച്ച് ഭംഗി കിട്ടുമെന്ന് പറഞ്ഞത് ബ്ലാക്ക് ഇട്ടവരെല്ലാം ഞാൻ ആ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷ്ണുദേ ഞാൻ നോക്കിയപ്പോൾ അകത്തുനിന്ന് ഇറങ്ങി വരുന്നു. ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയതാണോ എന്തോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ ഇല്ലാത്ത ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ സിബിൻ ചേട്ടനും അനീസക്കയും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. എല്ലാവരും ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലോബിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയാലോ? ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയുമില്ല. നമ്മളെ ഇന്ന് കാത്തിരിക്കുന്നത് ഒരു ബൊഫയാണ്. വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഡെസേർട്ട്സും ഒക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്ന്. അത് മാത്രമല്ല, ഇന്നിവിടെ ചെട്ടിനാട് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ചെട്ടിനാട് സ്പെഷ്യൽ എല്ലാം തന്നെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് കിട്ടുമേ. എല്ലാവരും കൂടി ഒരുമിച്ച് ലിഫ്റ്റിൽ കയറി പോയപ്പോഴാണ് ലിഫ്റ്റ് കിടന്ന് കീ ബെല്ലടിച്ചു കേട്ടോ. വെയിറ്റ് ഓവർലോഡായിട്ട് അങ്ങനെ കുറച്ച് പേര് ഇറങ്ങി പുറത്തു നിന്നു. ഞങ്ങളെല്ലാം ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാണ്. അങ്ങനെ ലിഫ്റ്റൊക്കെ ഓപ്പൺ ഇറങ്ങി വന്നപ്പോഴത്തേനും വിഷ്ണു ഒരു ഷോ കാണിക്കാൻ മുന്നിൽ പോയതാണ്. പക്ഷേ കൃഷ്ണാഞ്ജലി അതിൻ്റെ ഇടയ്ക്ക് കയറിയത് കൊണ്ട് അവൻ്റെ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഡൈനിങ് ഏരിയയുടെ എൻട്രൻസ്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ബോർഡിൽ കുറച്ച് ഡ്രിങ്ക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് എന്ത് വാങ്ങിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും അർജുനും ഒക്കെ. അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണേ. ഞാനിത് ഓൾറെഡി ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും വിഷ്ണു എൻ്റെ അടുത്ത് വന്ന് പറയുക, വെറുതെ ഫോണും കൊണ്ട് നടക്കാത്തതാ, ഇതൊക്കെ അങ്ങോട്ട് നല്ലോണം ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് ഡൈനിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്തു. ഇതായിരുന്നു ഞങ്ങൾക്കായിട്ട് റിസർവ് ചെയ്തിരുന്ന ടേബിൾ കേട്ടോ. ടേബിളിൽ എത്തുന്നത് വരെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ബൊഫെ ആയതുകൊണ്ട് തന്നെ പ്ലേറ്റും എടുത്ത് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. ഓരോ സൈഡിൽ കൂടി പോയി അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പേര് പറഞ്ഞ് എല്ലാ ഫുഡും കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ പ്ലേറ്റുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. രണ്ടാമത് പോയി എടുത്തോണ്ട് വന്നാണ് കേട്ടോ. ഒന്നിൻ്റെയും പേരെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ വയറ് ഫുള്ളായി കേട്ടോ. അങ്ങനെ 3 പ്ലേറ്റോളം ഡെസേർട്ട്സ് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. ഒരു ടേബിളിലിരുന്ന് കഴിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫുഡ് എടുക്കാൻ പോകുമ്പോൾ തീരുന്നവർ എടുക്കാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഡെസേർട്ട്സും എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതായിരുന്നു ആക്ച്വലി ഞങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡൈനിങ് ഏരിയ. പക്ഷെ മഴ കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലുലു മോൾ കാണാനായിട്ട് സാധിക്കും.
ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്ന ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ വയറ് ബും എന്ന് പറഞ്ഞ് വീർത്തു കേട്ടോ. അങ്ങനെ ഞാനെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹൈവേ ആണ് കേട്ടോ, കാണാൻ എന്ത് രസമാണല്ലേ. ഇതിന് ചേർന്നാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ ഉള്ളിൽ കയറിയിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. ഇതാണ് കേട്ടോ ഓബൈറ്റിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് 3rd ഫ്ലോറിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് തിരിച്ചു പോയാലോ. ഡൈനിങ് ഏരിയ നേരത്തെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ കൈയൊക്കെ കഴുകി തിരിച്ചു വന്നിരുന്ന വർത്തമാനം പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് അവിടെ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും വിഷ്ണുദേ ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്സും ഒക്കെ കഴിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. ടാറ്റാ ബൈ ബൈ, സീ യു.